Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡ്മിയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് ആയിട്ടുള്ള റെഡ്മി 9 എന്ന ഡിവൈസിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. റെഡ്മി 9 സീരീസിൽ 3 സ്മാർട്ട് ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മി 9, 9A, 9C. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം മുന്നേ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 8 പ്രോ എന്ന ഡിവൈസിൻ്റെ ഒരു സെയിം ഡിസൈനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്യാമറ ഡിസൈൻ അടക്കം സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് നമ്മുടെ റെഡ്മി K30 സീരീസിലൊക്കെ കണ്ട ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഡിസൈന് ക്യാമറ സെഗ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. കമ്പനി ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഒരു ഏകദേശം 90-95% കൺഫേം ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. IPS LCD പാനലാണ് വരുന്നത്. പിന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓവറാൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന അതേ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഡിവൈസിലും വരുന്നത്. നമ്മളിനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Helio G80 എന്ന ഗെയിമിംഗ് ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. MIUI 11 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റ് വരുന്നത് 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന വേരിയൻറ്റും വരുന്നുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു റെഡ്മി നോട്ട് 8 പ്രോ എന്ന ഡിവൈസിൻ്റെ അതേ ഒരു ക്യാമറ പാറ്റേൺ ആണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പാണ്. 13 മെഗാ പിക്സലാണ് പ്രൈമറി സെൻസർ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 118 ഡിഗ്രി വരെ ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ഒപ്പം 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ക്യാമറയോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.0 അപ്പർച്ചർ വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്ത് തന്നെയാണ് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 5020 mAh ബാറ്ററി, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മികച്ച ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഒപ്പം 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ലഭിക്കുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസ് നമുക്ക് ഗ്രേ, പർപ്പിൾ, ഗ്രീൻ എന്നീ 3 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് റെഡ്മി 9 എന്ന ഡിവൈസിൻ്റെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഫീച്ചേഴ്സുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻ്റായ 3GB റാം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 10500 രൂപയാണ്. അതുപോലെ തന്നെ 4GB റാം 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് ഏകദേശം 11300 രൂപയുമാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ജൂൺ 25 മുമ്പായിട്ട് ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ആണ്. പിന്നെ പല ലീക്സും പറയുന്നത് ജൂൺ 12-ാം തീയതി ലോഞ്ച് ചെയ്യുമെന്നാണ്. പക്ഷേ അത് 100% കൺഫേം അല്ല. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് റെഡ്മി 9 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സുകളും ലോഞ്ചിങ് ഡേറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.